നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 11. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ആര് ഏതു വിധത്തിലാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവരെ അതേ വിധത്തിൽ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹേ പാർത്ഥ, മനുഷ്യരെല്ലാം എല്ലാ പ്രകാരത്തിലും എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ഈശ്വരൻ്റെ പക്ഷപാതരഹിതമായ സ്നേഹവും കരുണയുമാണ് വെളിപ്പെടുത്തുന്നത്. ഒരാൾ ഭഗവാനെ ശാന്തഭാവത്തിലോ ദാസ്യഭാവത്തിലോ മിത്രമായോ കുഞ്ഞായോ അല്ലെങ്കിൽ ശത്രുവായി പോലുമോ ചിന്തിച്ചാൽ അതേ ഭാവത്തിൽ ഭഗവാൻ അവരിലേക്കെത്തുന്നു. നാം ദൈവത്തിന് നൽകുന്ന സ്നേഹവും ഭക്തിയും ഏതാണോ അത് അതേ അളവിൽ നമുക്ക് തിരികെ ലഭിക്കും. ഏതു മതത്തിലോ വഴിയിലോ വിശ്വസിച്ചാലും ആത്മാർത്ഥമായ സമർപ്പണത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒടുവിൽ എത്തിച്ചേരുന്നത് ആ പരമസത്യത്തിലാണ്. ശ്രീകൃഷ്ണൻ പറയുന്നത്, ആരെങ്കിലും എന്നെ ഏതു ഭാവത്തിൽ സമീപിക്കുമോ അതേ ഭാവത്തിൽ ഞാൻ അവരോട് പ്രതികരിക്കും എന്നാണ്. സ്നേഹത്തോടെ വിളിക്കുന്നവന് സ്നേഹവും ആത്മാർത്ഥമായി ശരണം പ്രാപിക്കുന്നവന് അനുഗ്രഹവും സത്യാന്വേഷിക്ക് ജ്ഞാനവും ദൈവം നൽകുന്നു. അതുകൊണ്ട് ഒരാളുടെ ആത്മീയ മാർഗത്തെ നാം നിസ്സാരമായി കാണരുത്. എല്ലാ ആത്മാർത്ഥമായ മാർഗങ്ങളും ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. പ്രധാനമായത് പുറം ചടങ്ങുകളല്ല, ആത്മാർത്ഥമായ മനസ്സും വിശ്വാസവുമാണ്. ഹരേ കൃഷ്ണ. നന്ദി.